തിരുവണ്ണാമലൈ ഉരുൾപൊട്ടലിന്റെ ആഘാതം വെളിവാക്കുന്ന ദൃശ്യങ്ങളാണിത്. അണ്ണാമലയാർ കുന്നിൽ നിന്ന് പൊട്ടിയൊഴുകി സകലതും വലിച്ചു താഴേക്ക് കൊണ്ടുപോവുകയാണ് ഉരുൾവെള്ളം. 40 ടണ്ണോളം വരുന്ന പാറക്കല്ല് താഴേക്ക് വന്നതും ഈ മലവെള്ളത്തിനൊപ്പമാണ്. ചിദംബരം നഗറിലെ നിരവധി വീടുകളിൽ ആഘാതമുണ്ടായി. ഉരുൾപൊട്ടലിൽ മരിച്ച 7 പേരുടെയും മൃതദേഹങ്ങളും ഇതിനോടകം കണ്ടെടുത്തിട്ടുണ്ട്. മണിക്കൂറുകളുടെ വ്യത്യാസത്തിൽ 3 തവണയാണ് പ്രദേശത്ത് ഉരുൾപൊട്ടിയത്. മഴക്കെടുതിയിൽ ജീവൻ നഷ്ടമായവരുടെ കുടുംബങ്ങൾക്ക് 5 ലക്ഷം രൂപ നഷ്ടപരിഹാരം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ദുരിതമനുഭവിക്കുന്ന കുടുംബങ്ങളിലെ ഓരോ അംഗങ്ങൾക്കും 2000 രൂപ വെച്ച് നൽകാനും തമിഴ്നാട് സർക്കാർ തീരുമാനിച്ചു. അതിനിടെ വിഴുപുരത്ത് ദുരിതബാധിത പ്രദേശങ്ങൾ സന്ദർശിക്കാനെത്തിയ മന്ത്രി കെ പൊന്മുടിക്ക് നേരെ നാട്ടുകാർ ചെളിയെറിഞ്ഞ് പ്രതിഷേധിച്ചു. ന്യൂനമർദ്ദത്തിന്റെ സ്വാധീനത്തിൽ സേലം മേഖലയിൽ കനത്ത മഴയാണ് പെയ്യുന്നത്. കോയമ്പത്തൂർ ബംഗളൂരു ദേശീയപാതയിൽ പലയിടത്തും വെള്ളം കയറി. നാളെയോടെ മഴയ്ക്ക് ശമനമുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. മാതൃഭൂമി ന്യൂസ്, ചെന്നൈ.